ഹായ് ഗായ്സ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഒരു വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു ലോങ് ഡ്രൈവിൽ പോവാണ്. ശരിക്കും UAE അകത്ത് തന്നെ ഒരു ഒമാനുണ്ട്. ആ ഒമാനിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഈ കോർഫക്കാൻ റോഡുകളിലൂടെയാണ് പോകുന്നത്. അവിടെ നല്ല മലനിരകളുടെ ഇടയിലൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. അപ്പം പൊതുവെ ലോങ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലേസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് ഒന്ന് ഒരു മദ ഒമാൻ UAE അകത്തുള്ള അപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളിങ്ങനെ യാത്രയിലാണ്. ഇതിപ്പോ കോർഫക്കാന്റെ റോഡാണ്. അപ്പുറയും രണ്ട് സൈഡും മണല് മാത്രമേ ഉള്ളൂ. നോക്കത്താ ദൂരത്തോളം മണലാരണ്യങ്ങളാണ്. അപ്പം അതിലൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. എന്റെ വീഡിയോകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് ഞാൻ കാണിക്കാം. ഇങ്ങനെയുണ്ട്. ഈ കാണുന്നതൊക്കെയാണ്. അങ്ങ് വരെ ശരിക്കും മണൽ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ എന്തോ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. ശരിക്കും ഇതൊരു എന്താ പറയണ്ടേ, വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കാണുന്നതൊക്കെ ഒട്ടകവും ആടിനെയൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണ്. ഈ കാണുന്നതൊക്കെ എല്ലാം നമ്മൾ പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകളാണ്. പോകുന്ന റൂട്ടിൻ്റെ ഏകദേശം ഒരു ഭൂരിഭാഗവും മണലാണെങ്കിൽ പോലും അവിടെ ഇവിടെയായിട്ട് കുറച്ച് പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ട്രിപ്പ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു ലോങ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർ ശരിക്കും അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ട്രിപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ ലോങ് ഡ്രൈവ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടെറൈനിൽ കൂടെയൊക്കെ ഓടിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വേറെ ഏതോ ലോകത്തായിരിക്കും. കാരണം അതുപോലെയാണ്, നല്ല രസമാണ്. മലകളുടെ ഇടയിലൂടെ ഇങ്ങനെ വളഞ്ഞും കിടക്കുന്ന റോഡിലൂടെയൊക്കെ ഓടിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതൊക്കെ. ഈ ഒരു എന്താണ്, ലോങ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്ര മനോഹരമായിട്ടാണ് കുന്നും മലയൊക്കെ കണ്ട് അങ്ങനെ ഒരു ഓടിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലൊന്ന് വേറെയാണ്. പിന്നെ കൂടെ ഉള്ളവർക്കും ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകാം. അപ്പം ലോങ് ഡ്രൈവ് ശരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഇത് ഒരു 100% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ഒരു കോർഫക്കാൻ റോഡ് എന്ന് പറയുന്നത്. പിന്നെ അതുമല്ല, ഈ കോർഫക്കാൻ്റെ റോഡ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരുപാട് പ്രത്യേകതകളുള്ള റോഡാണ്. ഒന്നാമത് ഇവിടുത്തെ ടെറൈൻ ആസ്വദിച്ച് പോകാം. പിന്നെ അതുമല്ല, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ UAE ഏറ്റവും കൂടുതൽ ടണൽ റോഡുകൾ ഉള്ള ഒരു റൂട്ടാണ് കോർഫക്കാൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അതുമല്ല, പിന്നെ ഏറ്റവും നീളം കൂടിയ ടണലുള്ളതും ഈ ഒരു കോർഫക്കാൻ്റെ ഈ റൂട്ടിലാണ്. അപ്പം ഓരോ മുന്നോട്ട് പോകും തോറും നമുക്ക് ഓരോ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു റൂട്ടാണ്. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. വീക്കെൻഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തോളുക. ഒരു ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ടൊരു ട്രിപ്പ് ഇടുവാണെങ്കിൽ എനിക്ക് വേണം കുറച്ചുകൂടെ ഒരു സമ്മറാണ്. ഞാനൊരു 4 o'clock ഞാൻ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5:30 അവിടെ എത്തത്തക്ക രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഈ ഒരു ടൈം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ബാക്കി അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഈ റൂട്ടിൽ തന്നെ ഇടയ്ക്കാണെങ്കിലും ഈ കോഫിയൊക്കെ കുടിക്കാനായിട്ടുള്ള ഫുഡ് ട്രക്കുകൾ കാണാം. ഫുഡ് ട്രക്ക് എന്നല്ല, ചെറിയൊരു ഒരു കോഫിയൊക്കെ കുടിക്കാനുള്ള ഒരു സ്പേസ്. അവിടെയാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളുമൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെയും പോകാം. അപ്പം അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. അപ്പം അതുമൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ആസ്വദിച്ച് പോവുക. ഈ മുന്നേ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ടണൽ എന്ന് പറയുന്നത്.
ശരിക്കും എന്ത് സേഫ്റ്റി ആയിട്ടാണ് ഓരോ റോഡിൻ്റെ സൈഡും അവർ ചെയ്തേക്കണത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേളിൽ നിന്ന് കല്ലൊന്നും വീഴാതിരിക്കണം, നല്ല അടിപൊളിയായിട്ട്. ഇതിലൂടെ വരുന്ന ആളുകളുടെ സേഫ്റ്റി അവരുടെ ഒരു കൺസേൺ ആണ്, അതുകൊണ്ടാണ് അത്ര മനോഹരമായിട്ട് ചെയ്തത്. അപ്പോൾ ഒന്നും നോക്കാതെ ആ ഒരു പെർമിറ്റഡ് ആയിട്ടുള്ള സ്പീഡിൽ മനോഹരമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. ഇതിനറ്റമൊന്നും കാണുന്നില്ലല്ലോ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും നീളം കൂടിയ എന്താണ് ടണൽ റോഡെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പേര് നോക്കാനായിട്ട് ഞാൻ മറന്നുപോയി. പക്ഷേ ഞാൻ എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. അൽസിദ്ര ടണലാണ് യു എയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ. അത് ഈ കോർഫക്കാൻ്റെ റൂട്ടിലാണ്. പക്ഷേ ഇതാണോ അതിൻ്റെ പേര്, ഞാൻ അവിടെ വണ്ടി കയറിയപ്പോൾ അത് നോക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അതുപോലെ തന്നെ ടോട്ടൽ എനിക്ക് തോന്നുന്നത് ഒരു 5 or 6 ടണലാണ് ഈ ഒരു റൂട്ടിൽ തന്നെയുള്ളത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അടുത്ത ടണൽ അതുമല്ല, പിന്നെ ഈ ഒരു റൂട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മുടെ ഷീസ് പാർക്ക് ഇവിടെയാണ്, ഒരു മൗണ്ടൻ്റെ മേളിലൊക്കെ സെറ്റ് ചെയ്തേക്കണം ഒരു ഷീസ് പാർക്ക്. പിന്നെ അൽ ഷുഹൈബ് റെസ്റ്റ് ഏരിയ, ഷുഹബ് അങ്ങനെയായിട്ട് പറയുന്നത് തോന്നുന്നു, റെസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു അൽ റിഫാസ ഡാമുണ്ട്. ഇതെല്ലാം ഈ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു വിൻ്റർ ടൈമിൽ വരുവാണെങ്കിൽ, ഒരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു റൂട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു റൂട്ടായിരിക്കും. പിന്നെ ഒരു ഹെറിറ്റേജ് സ്റ്റൈലിൽ പണിതേക്കണ ഒരു ഹോട്ടലുണ്ട്, അത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ്, അതും ഈ റൂട്ടിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് അതിന് താഴെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു മൗണ്ടൻ ഉണ്ട്. അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുവാണെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും, നല്ല രസമാണ്. അത് കംപ്ലീറ്റ്ലി ഈ ഒരു ടെറൈനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോൺ കൊണ്ടുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ്, മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ്. അതുമൊക്കെ ഈ റൂട്ടിലുണ്ട്. അതുകൊണ്ട് വിൻ്റർ ടൈമിൽ നിങ്ങൾ ഒരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും, ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു കോർഫക്കാൻ്റെ റൂട്ടെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അൽ റാഫിസ ഡാം എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. അതിന് തൊട്ട് താഴെയാണ് ഡാമും അതിൻ്റെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അതൊരു ഒരു ചെറിയൊരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഹാഫ് ഡേ ഒന്നും വേണ്ട, സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ കാണുന്നതാണ്. അത് ശരിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അതൊരു വളവിലായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് വീഡിയോ കിട്ടിയില്ല. എനിവേ, നമ്മൾ ഇങ്ങനെ ഈ മൗണ്ടനൊക്കെ ആസ്വദിച്ച് ഏകദേശം ഈ ഒരു കോർഫക്കാൻ്റെ ഒരു റൗണ്ട് അബൌട്ടിലെത്തി. നല്ല രസമാണ് കേട്ടോ റൗണ്ട് അബൌട്ട് കാണാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാട്ടർ ഫൗണ്ടനും ഒക്കെ ആയിട്ട് അതിമനോഹരമായ ഒരു വ്യൂ. നേരെ പോകുന്ന റോഡ് ഫുജേറ മസാഫി ദുബായ് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളിത് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ ഒമാന്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. മദ വെൽക്കംസ് യു. അങ്ങനെ ഇപ്പൊ നമ്മൾ ഒമാനിലാണ്. ഒമാനിലേക്ക് ജസ്റ്റ് കയറിയുള്ളൂ. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ഒരു ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ മേളിലേക്ക് താഴെ എന്തൊക്കെ പണികളൊക്കെ നടക്കുവാണ്. അതിൻ്റെ മേളിലൊരു ഹോട്ടലാണ്. എന്താണ് പേര് നോക്കട്ടെ, ഹിൽ ടോപ്പ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻ്റ് ആണ്.
ഓ, അപ്പോൾ ഇതാണ് മദ വാട്ടർഫാള്. ലോങ് വ്യൂ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഇതൊരു മാൻമെയ്ഡ് വാട്ടർഫാളാണ് കേട്ടോ. ലോങ് വ്യൂ ഒരു രക്ഷയില്ലല്ലോ, സൂപ്പർ വ്യൂ. ഹായ്, അങ്ങനെ ഒരു 1 hour 30 minutes ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് UAE അകത്തുള്ള ഒമാനിലാണ്. അതിൻ്റെ ഒരു നമ്മൾ ഒരു ലൊക്കേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ മദാം വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വേണ്ടത് അതിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നല്ല രസമാണ്. ഈവൻ റോഡുകളാണെങ്കിലും അതെ, വളരെ എന്താണ് നല്ല അധികം തിരക്കൊന്നുമില്ല. അടിപൊളി ഒരു പ്ലേസ്. ചുറ്റിനും മലകളാണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു ഏരിയയുടെ ചുറ്റും മലകളാണ്. ഇത് കേട്ടോ, ഫുള്ള് മലകളാണ്. നമ്മൾ ഈ വാട്ടർഫോൾസിന് അവിടെ നിന്നപ്പോൾ തന്നെ നമ്മളിവിടെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു പാർക്ക് കണ്ടു. അപ്പോൾ ആ പാർക്കൊന്ന് കാണാനായിട്ട് ഇപ്പം ജസ്റ്റ് അകത്തേക്ക് കയറിയതാണ്. ആരും ഇല്ല കേട്ടോ. വളരെ എന്താണ് എംറ്റി ആയിട്ട് കിടക്കുന്ന അതിമനോഹരമായിട്ട് ഉണ്ടാക്കിയ ഒരു പാർക്ക്. എന്ത് രസമാണ് നോക്കിയേ, കണ്ടോ. അതാണ് വാട്ടർഫാള്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ വന്ന സമയം ഒരു 5:30 6 o'clock ആയി. പക്ഷേ എങ്കിലും വലിയ ചൂടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഒരു വിൻ്ററിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് പിള്ളേരെയൊക്കെ അങ്ങ് ഓടി കളിക്കാനൊക്കെ വിട്ട് കളിച്ച് മറിഞ്ഞ് വിശന്ന് കഴിയുമ്പോൾ നേരെ നമുക്ക് തൊട്ടപ്പുറത്തുള്ള സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലേക്ക് പോവുക, അവിടെ നിന്ന് ഫുഡ് അടിക്കുക. അപ്പം ഇതൊരു നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനാണ്. നല്ല രസമാട്ടോ. കംപ്ലീറ്റ് എംറ്റി ആയിട്ട് കിടക്കുന്നു, ഒരു മനുഷ്യനില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് മുന്നോട്ടൊക്കെ പോയായിരുന്നു, പക്ഷെ അവിടെയൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇനി പതുക്കെ ആൾക്കാർ കുക്കിംഗ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളെന്ന് തോന്നുന്നു. ഇതൊരു എനിക്ക് തോന്നുന്നത് ഓവർനൈറ്റ് ഫുൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞങ്ങളൊരു 6 o'clock വന്നപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഒന്നും ആയില്ല, സ്റ്റാർട്ടായി പോവാ. കബാബ് ആറോ ഒരു സൈഡിൽ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ മേടിച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ കാണുന്ന കണ്ടോ, നല്ല അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പേസാണ്. അപ്പം അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ്. ഇവരുടെ ഇവിടെ വരുന്നവർക്ക് ഇവരുടെ ട്രഡീഷണൽ സ്വീറ്റ്സും ഒക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റും. അതിനുള്ള ഷോപ്പുകളുണ്ട്. പക്ഷെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എയിം ചെയ്ത് വന്നത് തന്നെ. നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് മട്ടനാണ്. ഇവിടുത്തെ മിക്ക ഷോപ്പിലും മട്ടനാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ബീഫ് ചോദിച്ചു, പക്ഷേ ബീഫ് കിട്ടിയില്ല. ഇതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്. അതെന്ത് സോസാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കഴിച്ചു നോക്കാം. അയ്യോ അല്ല, സോറി, ഒരെണ്ണം കഴിച്ചു കേട്ടോ. സോസും കുഴപ്പമൊന്നുമില്ല. മട്ടൻ എന്തായാലും ഈ ഒരു സ്റ്റിക്കിന് 3 ദിർഹം ഉള്ളു കേട്ടോ. എന്തായാലും കൊള്ള അടിപൊളിയാണ്. ഈ ഒരു ഷോപ്പിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്. ഇവിടെ ആൾക്കാരെല്ലാം ഒരുപാട് പേരാണ് മേടിക്കുന്നത് കേട്ടോ. ഇവരിങ്ങനെ ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവിടെ നിന്നും മേടിച്ചു, ഷ്രിമ്പ് മേടിച്ചു, മട്ടൺ മേടിച്ചു, ചിക്കൻ മേടിച്ചു. അപ്പം അതും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ടേസ്റ്റ്. അപ്പം കബാബെല്ലാം ഓവറോൾ അടിപൊളിയായിരുന്നു. എൻ്റെ വയറ് ഫുള്ളാക്കി. അപ്പം ഇനി നമ്മുടെ വണ്ടിയേയും കൂടെ ഫുള്ളാക്കാനായിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഒമാനിൽ നിന്നും കൂടെ പെട്രോൾ അടിച്ചിട്ട് പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ദുബായിയേക്കാളും കുറച്ച് പെട്രോളിൻ്റെ റേറ്റ് കുറവാണ് ഒമാനിൽ. അങ്ങനെ
നമ്മൾ ഒമാനോട് വിട പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒമാനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നേരെ വരുന്ന റോഡെന്ന് പറയുന്നത് കോർഫക്കാൻ്റെ ഒരു സിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. കാരണം ഇവിടെ കുറേ കോളേജുകളും കുറേ ഗവൺമെൻറ് ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ കാരണം ഈ ഒരു ആംബിയൻസും കൂടെ നിങ്ങൾ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ ആ ഒരു ടൂർ പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങുകളും കോളേജിൻ്റെയൊക്കെ ഇവരുടെ ഒരു ട്രഡീഷണൽ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈലിലാണ് അത് പണിത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ലൈറ്റൊക്കെ ചെയ്തിട്ട് അതിമനോഹരമായ ഒരു വ്യൂ ആണ് തരുന്നത് നിങ്ങൾക്ക്. അപ്പം അതുകൂടെയൊക്കെ ആസ്വദിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫീലായിരിക്കും അത്. അപ്പം എനിവേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മുന്നോട്ടുള്ള യാത്ര നമുക്ക് ഒരുമിച്ച് പോകാം. ഇനിയും നമ്മുടെ ചാനലിലൂടെ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അത് മുന്നോട്ട് എനിക്കും പുതിയ വീഡിയോ എടുക്കാനുള്ളൊരു പ്രചോദനം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.